ക്ലിന്റ് ഈസ്റ്റ്വുഡും മെറിൽ സ്ട്രിപ്പും പ്രണയ ജോഡികളായി വന്ന ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എന്ന സിനിമയും റയാൻ ഗോസ്ലിംഗും റേച്ചൽ മാക്ആഡംസും പ്രണയ ജോഡികളായി വന്ന് പ്രേക്ഷക മനം കീഴടക്കിയ ദി നോട്ട്ബുക്കുമെല്ലാം തന്നെ ഹോളിവുഡിലെ പ്രണയ ക്ലാസിക്കുകളാവുമ്പോൾ ഇങ്ങ് ബോളിവുഡിൽ ബോബിയും എക് ദൂജെ കേലിയും ദിൽവാലെ ദുനിയ ലേ ജയാംഗയും പ്രണയ കഥകൾ പറഞ്ഞ് പ്രേക്ഷകരെ കീഴടക്കിയ സിനിമകളാണ്. ഇങ്ങ് മലയാളത്തിലാണെങ്കിൽ ചിത്രവും താളവട്ടവും അനിയത്തിപ്രാവും എന്ന് നിന്റെ മൊയ്തീനുമെല്ലാം തന്നെ പ്രേക്ഷകരിൽ പ്രണയത്തിന്റെ അനുഭവങ്ങൾ പകർന്നു നൽകിയ സിനിമകളാണ്. എന്നാൽ ഇതിനുമെല്ലാം എത്രയോ മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ അരനൂറ്റാണ്ട് മുമ്പ് 1975 മലയാളത്തിൽ പ്രണയത്തിന്റെ കഥ പറഞ്ഞ ഒരു ഇതിഹാസ സിനിമയുണ്ടായിട്ടുണ്ട്. അത് അരനൂറ്റാണ്ടിനിപ്പുറവും തലമുറകൾക്ക് പ്രണയത്തിന്റെ നനുനനുത്ത കുളിരേകിയ ചിത്രമാണ്. പ്രണയ ഗന്ധർവനായ പ്രേംനസീറും അംഗലാവണ്യവതിയായ ലക്ഷ്മിയും പ്രണയ ജോഡികളായി മനം മറന്ന് അഭിനയിച്ച സിനിമയാണത്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റെ, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി തുടങ്ങി 7 അനശ്വരങ്ങളായ മലയാളികൾ ഇന്നും മൂളി നടക്കുന്ന പ്രണയ ഗാനങ്ങൾ അടങ്ങിയതാണ് ഈ സിനിമ. അതാണ് 1975 ഏപ്രിൽ 11 പുറത്തിറങ്ങിയ പിക്നിക് എന്ന സിനിമ. ജെ ശശികുമാറാണ് ഇതിന്റെ സംവിധാനം. പ്രേംനസീർ, ലക്ഷ്മി, അടൂർ ബാസി, ബഹദൂർ, വിൻസെന്റ്, ഉണ്ണിമേരി, ജോസ് പ്രകാശ് തുടങ്ങി മലയാളത്തിലെ അന്നത്തെ പ്രമുഖ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരന്നിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 16 എ ക്ലാസ് തിയേറ്ററുകളാണ് ആ സിനിമ ആദ്യമായി ഇറങ്ങിയത്. ആ 16 ഇടത്തും അത് 50 ദിവസം പിന്നിട്ടു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എറണാകുളത്തും അത് പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിച്ചു. മലയാളക്കരയാകെ പ്രണയപ്പനി പടർത്തിയ ഒരു സിനിമയായിരുന്നു അത്. പ്രണയാതുരമായ ഒരു കഥയും ശ്രവണസുന്ദരമായ പ്രണയഗാനങ്ങളും അതിനൊപ്പം ചുവടുവെച്ചും ചുണ്ടനക്കിയും അതിമനോഹരമായി ആടിത്തിമിർത്ത പ്രേംനസീർ ലക്ഷ്മി ജോഡിയുമെല്ലാം അക്കാലത്ത് എ ക്ലാസ്സിൽ മാത്രമല്ല BC ക്ലാസ്സുകളെല്ലാം തന്നെ ഈ സിനിമ നിറഞ്ഞോടിയപ്പോൾ ഇതിന്റെ നിർമ്മാതാക്കൾക്ക് മുടക്ക് മുതലിന്റെ എത്രയോ ഇരട്ടി ലാഭമായി കിട്ടി ഈ സിനിമയെ ഒരു ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റി. ശശികുമാറിന്റെ ആരണ്യകാന്ഡം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് MS പ്രൊഡക്ഷൻസിന്റെ VM ചാണ്ടിയും CC ബേബിയും എത്തിയത് തങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ നിർമ്മിക്കാൻ ശശികുമാറിനോട് പറയാൻ വേണ്ടിയാണ്. എന്നാൽ നിർമ്മിക്കാൻ പോകുന്ന സിനിമയെ പറ്റി അവർക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടായിരുന്നു. ഒന്നാമതായി, ഇതൊരു കാടിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമയാകണമെന്നാണ് അവർ പറഞ്ഞത്. മറ്റൊന്ന്, ഈ സിനിമയിൽ പാട്ടിന് വളരെ പ്രാധാന്യം വേണം. ഒരു മ്യൂസിക്കൽ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ. മൂന്നാമത് അവർ പറഞ്ഞത്, ഇത് തങ്ങൾ കളറിലാണ് എടുക്കാൻ പോകുന്നത്. 1975 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലഘട്ടമാണ്. അപൂർവമായി മാത്രമേ കളർ സിനിമകൾ അക്കാലത്ത് ഇറങ്ങിയിട്ടുള്ളൂ. മിക്കതും വടക്കൻ പാട്ട് സിനിമകളാണ്. നാലാമത് അവർ പറഞ്ഞത്, മിക്ക നിർമ്മാതാക്കളും പറയുന്നത് തന്നെ ഇതൊരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സിനിമയായിരിക്കണം എന്നുള്ളതുമാണ്. ഏത് തരത്തിലുള്ള സിനിമയും അപ്പം ചുട്ടെടുക്കുന്ന തരത്തിൽ എടുക്കാൻ കഴിവുള്ള ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അദ്ദേഹം അപ്പോൾ തന്നെ അവരോട് തിരക്കഥാകൃത്തായ SL പുരത്തിനോടും ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പിയോടും തന്നെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ തന്നെ കണ്ട അവരോട് കാടിന്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ എഴുതാനും അതിനു പറ്റിയ ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പിയോട് എഴുതാനും അത് ട്യൂൺ ചെയ്യാൻ MK അർജുനനെയും ഏൽപ്പിച്ചു. ഇതാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രേംനസീർ പ്രണയ സിനിമയുടെ തുടക്കം. കാടിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രണയ സിനിമയുടെ ഇതിവൃത്തവും ചിന്തിച്ച് SL പുരം കുറെ നടന്നു. കാട്ടുമക്കളുടെ ജീവിതം പഠിക്കാനായി അദ്ദേഹം വാഗമണ്ണിലുള്ള ആദിവാസി കോളനിയിൽ പോയി കുറെ ദിവസം അവിടെ താമസിച്ചു. അവിടെ വെച്ചാണ് ഈ സിനിമയുടെ കഥാതന്തു അദ്ദേഹത്തിലേക്ക് കടന്നു വന്നത്. ഒരു ആദിവാസി അവിടെ നടന്ന ഒരു സംഭവം SL പുരത്തിനോട് പറഞ്ഞപ്പോൾ അതിൽ ഒരു മനോഹരമായ പ്രണയകഥയുടെ സാധ്യതകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഡാമിന്റെ നിർമ്മാണവുമായി അവിടെ എത്തുന്ന ഒരു എഞ്ചിനീയർ ഒരു ആദിവാസി പെണ്ണുമായി പ്രണയത്തിലാവുന്നതും അത് അവളുടെ മുറച്ചെറുക്കൻ എതിർത്തതുമൊക്കെയായിരുന്നു ആ കഥ. അതിൽ നിന്നുമാണ് പിക്നിക് രൂപം കൊള്ളുന്നത്. ഡാമിന്റെ പണിക്കെത്തുന്ന പ്രേംനസീറിന്റെ എഞ്ചിനീയർ കഥാപാത്രം അവിടെയുള്ള ഒരു ആദിവാസി പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നതും പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് പിക്നിക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പിന്നീട് അധിക ദിവസം എടുത്തില്ല. സ്ക്രിപ്റ്റ് വായിച്ച ശശികുമാർ ഈ സിനിമ ഒരു വൻ ഹിറ്റാവുമെന്ന് അവിടെ വെച്ച് തന്നെ പ്രവചിച്ചു. ഈ സിനിമയ്ക്ക് എന്ത് പേരിടണമെന്ന് SL പുരം ചോദിച്ചപ്പോൾ പേര് ശശികുമാർ തന്നെ നിർദ്ദേശിച്ചു, പിക്നിക്. നായകനായി പ്രേംനസീറിനെ നേരത്തെ തന്നെ കണ്ടിരുന്നു. പ്രേംനസീറിന്റെ നായികയായി ആരെ വേണമെന്ന് ചിന്തിച്ചപ്പോൾ തൊട്ടു മുമ്പിറങ്ങിയ ചട്ടക്കാരി എന്ന സിനിമയിലെ ലക്ഷ്മിയെയാണ് അവർക്ക് ഓർമ്മ വന്നത്.
വളരെ ഭംഗിയുള്ള, നന്നായി നൃത്തം ചെയ്യുന്ന കൗമാരക്കാരിയായ ലക്ഷ്മി. എന്നാൽ ലക്ഷ്മിയെ സമീപിച്ചപ്പോൾ അവർ തുടക്കത്തിൽ സമ്മതം മൂളിയിരുന്നില്ല. കാരണം ആദിവാസി പെണ്ണായതുകൊണ്ട് ഒറ്റ ചേലയെല്ലാം ചുറ്റി സെക്സിയായി അഭിനയിക്കേണ്ടി വരുമോ എന്ന സംശയമാണ് അവളെ അതിന് പ്രേരിപ്പിച്ചത്. തൻ്റെ ആദ്യ ചിത്രമായ ചട്ടക്കാരിയിലെ അവരുടെ വേഷവും നഗ്നതാ പ്രദർശനത്തിന്റെ പേരിൽ വിമർശനത്തിന് വിധേയമായിരുന്നു. അങ്ങനെയുള്ള വേഷം വീണ്ടും തിരഞ്ഞെടുത്ത് ടൈപ്പ് ചെയ്യപ്പെടാൻ അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരുന്നു ആദ്യം വിസമ്മതിച്ചത്. എന്നാൽ ശശികുമാർ ഇത് മുട്ടിന് താഴെയുള്ള പാവാടയും ബ്ലൗസുമെല്ലാം ഇട്ട വേഷമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ പിന്നെ ഒന്നും അവർക്ക് ആലോചിക്കാനുണ്ടായിരുന്നില്ല. പ്രേം നസീറിന്റെ നായികയായി അങ്ങനെ ലക്ഷ്മി വന്നു. വില്ലനായി സോമന്റെയും ഈ സിനിമയിലെ പ്രകടനം വളരെ മികച്ചതാണ്. അതിമനോഹരമായ ഒരു ദുരന്ത പ്രണയകഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയെ കാലാതീതമായി ഇന്നും ആസ്വാദ്യമാക്കി നിർത്തുന്നതിൽ ആ മികച്ച പ്രണയകഥയുടെ ഒരു പിൻബലമുണ്ട്. കാടും കാട്ടുപെണ്ണും പ്രണയവുമൊക്കെ ഒരുപാട് സിനിമകളിൽ പിന്നീട് വന്നിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നും തന്നെ ഈ സിനിമ പ്രേക്ഷകന് നൽകിയ സുന്ദരമായ പ്രണയാനുഭവം നൽകാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്നതായിരുന്നു പ്രേം നസീറും ലക്ഷ്മിയും ചേർന്നുള്ള പ്രണയരംഗങ്ങളെല്ലാം തന്നെ. പ്രത്യേകിച്ചും ഗാനരംഗങ്ങളുടെ ഇരുവരും ചേർന്നുള്ള സ്ക്രീൻ പ്രസൻസ് മലയാള സിനിമയിൽ തന്നെ എക്കാലത്തെയും ക്ലാസിക് പ്രണയരംഗങ്ങളാക്കി അവയെ മാറ്റിയിട്ടുണ്ട്. പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള പ്രേം നസീറിന്റെ കഴിവ് ഏറ്റവും മികച്ച രീതിയിൽ പ്രകടമാകുന്ന ഗാനരംഗങ്ങളാണ് പിക്നിക്കിനുള്ളത്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് എന്ന ആ ഗാനരംഗം പിന്നീട് നായിക എന്ന സിനിമയിൽ ജയറാം പ്രേം നസീറിനെ അനുകരിച്ച് പാടി അഭിനയിക്കുകയുണ്ടായി. മലയാളത്തിലിറങ്ങിയ റൊമാൻറ്റിക് സിനിമകളിൽ പ്രേം നസീറിന്റെ പിക്നിക് എന്ന സിനിമയുടെ സ്ഥാനം വളരെ മുകളിൽ തന്നെയാണ്. പ്രത്യേകിച്ചും അതിലെ ഗാനരംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ഇന്നും യൂട്യൂബിലുള്ളത്. അരനൂറ്റാണ്ട് മുമ്പ് പിറന്ന ആ സിനിമ പ്രണയത്തിന്റെ കസ്തൂരിഗന്ധം മലയാളക്കരയാകെ വ്യാപിച്ച് തലമുറകൾ കൈമാറി ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ്. പ്രേം നസീർ സിനിമകളിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പ്രണയ കാവ്യം തന്നെയാണ് പിക്നിക്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സിനിമാ കുടുംബത്തിന്റെ നമസ്കാരം.